പ്രഭാത ചിന്തയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2:6 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വേദഭാഗം സുപരിചിതമാണ്. വാക്ക് പറഞ്ഞ ദൈവത്തിന് തന്റെ വാക്കിനെ ഒരിക്കലും മാറ്റുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇവിടെ ഇതാ സാറായുടെ ശാരീരിക അവസ്ഥയും അവളുടെ വയസ്സും കൂടി ഒരുമിച്ച് ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ദൈവിക വാഗ്ദത്തം എങ്ങനെ നിവർത്തിക്കുമെന്ന് നാം ചിന്തിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ വാക്കിന് പ്രായത്തെയും ശാരീരിക അവസ്ഥയെയും ശരീരം ശുഷ്കിച്ച് കൊള്ളുവല്ലാത്ത അവസ്ഥയിൽ എത്തിയാലും അതിനെ മാറ്റി മറിക്കുവാൻ കഴിയുമെന്ന് സാറ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവിക പ്രവർത്തികൾക്ക് യാതൊരു ലോകപരമായ കാര്യങ്ങളും തടസ്സമല്ല. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആ വയോവൃദ്ധയായിരിക്കുന്ന സാറായുടെ കയ്യില് ഒരു കുഞ്ഞ് ഇരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യന് ചിരി വന്നേക്കാം. പലരും അടക്കി പിടിച്ച് ചിരിച്ചു എന്നും വരാം. പല രഹസ്യങ്ങൾ പറയുന്നത് പോലെ അവർ പല രഹസ്യങ്ങൾ പറഞ്ഞ് ഒരുപക്ഷെ സാറായെ അവഹേളിച്ചു എന്നും വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ചിരിക്കാൻ തക്കവണ്ണം ഇസഹാക്ക് ജനിച്ചപ്പോൾ ദൈവിക വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം കണ്ട് ആനന്ദ അശ്രു പൊഴിച്ചവളാണ് സാറ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിന്നെ നോക്കി ചിരിക്കുന്നവരറിയുന്നില്ല നാളെ നിന്റെ ജീവിതത്തിൽ എന്താണ് ദൈവം ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളത്. നിന്റെ മേൽ ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എപ്പോഴാണ് നിവർത്തിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു ലോക മനുഷ്യന് അറിയുകയില്ല. ഒരു സമയത്ത് എന്നോടും നിങ്ങളോടും ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങൾ അതതിന്റെ സമയത്ത് നിവർത്തീകരിക്കപ്പെടും. അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്കത് ആശ്ചര്യപൂർണമായിട്ട് തോന്നും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇന്ന് നിരാശയിലായിരിക്കുന്നുവോ, മറ്റുള്ളവർക്ക് ചിരി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തോട് അടുക്കുവാനും ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിക്കുവാനും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറ്റിവെച്ചുകൊണ്ട് ഒരു സാറായെ പോലെ വിശ്വസിക്കുവാൻ തയ്യാറാകെ. ദൈവിക പ്രവർത്തികൾ ജീവിതത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരാമേൻ പറയുവാൻ കഴിയുമോ? നമ്മോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് ഒരു കാലത്തും മാറ്റം വരികയില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവങ്ങൾ പറയുവാനുണ്ട്. അനേക നാളുകളിൽ ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വാഗ്ദത്തങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ തോന്നും, ഭാരങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് തോന്നും. എന്നാൽ ഞാൻ പറയട്ടെ, വാക്ക് പറഞ്ഞ ദൈവം മാറാത്തവനായി നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ വിശ്വസിക്കെ, വാഗ്ദത്ത നിവർത്തി. ആമേൻ. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ചിലരുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ പോകുകയാണ്. കുഞ്ഞെ, നീ ഈ ദിവസങ്ങളിൽ കരഞ്ഞു കലങ്ങിയിരിക്കുകയാണോ? നിന്നോട് ദൈവം വാഗ്ദത്തം ചെയ്ത ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ദൈവാത്മാവ് പറയുന്നു, ഈ ദിനങ്ങളിൽ തന്നെ നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി മാനിപ്പാൻ എന്റെ ദൈവം ശക്തനായ കർത്താവാണ്. ആമേൻ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവിക മുഖത്തേക്ക് നോക്കുകയും ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ എന്റെ സ്വർഗം ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല. ഈ ദിവസങ്ങളിൽ തന്നെ എന്റെ മേലും നിന്റെ മേലുമുള്ള വാഗ്ദത്തം അതിന്റെ നിവർത്തീകരണത്തിൽ എത്തുവാൻ സമയം വെമ്പൽ കൊണ്ട് കണ്ടിരിക്കുകയാണ്. ആകയാൽ ദർശനത്തിന് അവധി വച്ചിരിക്കുകയാണ്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വസിക്കുവാൻ ആർത്തയ
തയ്യാറാകും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്. ആത്മാവിൽ ഞാൻ ആത്മാർത്ഥതയോടെ നിങ്ങളോട് പറയട്ടെ, ആമേൻ. എന്റെ കർത്താവിൽ വിശ്വസിക്ക്. സാറായുടെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ, അവരുടെ പ്രായത്തിന്റെ ആമേൻ ആധിക്യം, ഇവയൊന്നും ദൈവിക പ്രവർത്തിക്ക് തടസ്സമായി നിന്നില്ല എങ്കിൽ ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ, ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ചില ആമേൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആമേൻ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വിഷമിപ്പിക്കുന്ന ചില ആമേൻ പ്രതികൂല ഘട്ടങ്ങൾ കണ്ട് ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. വിശ്വസിക്ക്. സാറായിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടിയും ഈ ദിവസങ്ങളിൽ പ്രവർത്തിപ്പാൻ ശക്തൻ. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവകൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ദിവസങ്ങളിൽ ധൈര്യപ്പെടുവാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ആകയാൽ ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. സാറാ പറയുന്നു, എനിക്ക് ചിരിയുണ്ടാക്കി എന്നെ കേൾക്കുന്നവരെല്ലാം എന്നെ കണ്ട് ചിരിക്കും. അതേ ദൈവവൈതലേ, നമ്മെ കണ്ട് ചിരിക്കട്ടെ. നമ്മുടെ മറുപടികൾ കണ്ട് ആനന്ദത്തിന്റെ അശ്രു പൊഴിക്കുവാൻ ദൈവം തന്റെ വാഗ്ദത്തം എന്നിലും നിന്നിലും ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുന്നത് കണ്ട് സന്തോഷത്തിന്റെ ചിരി മറ്റുള്ളവരിൽ പുറപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. വാക്ക് പറഞ്ഞവൻ മാറാത്തവൻ, അവൻ ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. ആകയാൽ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ ഇടുന്ന ഓരോ മെസ്സേജുകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുവാൻ മറന്നു പോകരുത്. ഇതുവരെയും എന്റെ ഫ്രണ്ട്സായി തീരാൻ കഴിയാത്തവർ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ലൈക്കുകൾ ചെയ്ത് ഹല്ലേലൂയ വേലകളെ ആമേൻ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ഇതിൽ ഭാഗവാക്കാകുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്തൃവേലയിൽ മുന്നേറാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.